ജനത്തെ അവരുടെ ബന്ധനങ്ങളിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, പാപത്തിന്റെ കെട്ടുപാടുകളിൽ നിന്ന് മോചിപ്പിക്കുവാൻ യേശുവിന് മാത്രമേ കഴിയൂ. അതെ, ബൈബിൾ പറയുന്നു, യേശു ക്രിസ്തു പാപികളെ, തിന്മ പ്രവർത്തിക്കുന്നവരെ, അരുതാത്ത സ്വഭാവങ്ങൾക്കും ലഹരിക്കും അടിമപ്പെട്ടവരെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യമായ വചനമാണ്. പ്രിയരെ, ചമ്മരവട്ടം പ്രദേശമേ, ആമേൻ, നിങ്ങളെ രക്ഷിപ്പാൻ, നിങ്ങളെ വിടുവിക്കുവാൻ, നിങ്ങളെ ഉദ്ധരിക്കുവാൻ, നിങ്ങൾക്ക് മനുഷ്യജീവിതം സാധ്യമാക്കി തരുവാൻ കഴിയുന്ന ഒരേ ഒരാൾ നസ്രായന യേശുവാണ്. അതുകൊണ്ട് ഞങ്ങളുടെ പിതാക്കന്മാരോടൊപ്പം ഞങ്ങളുടെ അനുഭവ സാക്ഷി ഞങ്ങൾ പറയുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം യേശു ക്രിസ്തുവിന്റെ നാമം. മോചനത്തിനായി, ഉദ്ധാരണത്തിനായി, നീക്കുപോക്കിനായി, പോംവഴികൾക്കായി, മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കിനായി ആശ്രയിച്ചാൽ കൈവിടാത്ത ഒരേ ഒരു നാമം നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നാമമാണ്. ബൈബിൾ പറയുന്നു, ആരും നശിച്ചു പോകരുത് എന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. ഞങ്ങളുടെയും ആഗ്രഹം ഈ പ്രദേശത്ത് ആരും നശിക്കരുത്. ഒരു വ്യക്തിയോ, ഒരു തലമുറയോ, ഒരു പെൺകുഞ്ഞോ, ഒരു കുടുംബമോ നശിക്കരുത്. ആരും ആത്മഹത്യ ചെയ്യരുത്, തകർന്നു പോകരുത് എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു പ്രിയരെ. എന്നാൽ യേശു, ആമേൻ, നിങ്ങളെ അധികമായി സ്നേഹിക്കുന്നു എന്നുള്ള വസ്തുതയാണ് ഞങ്ങൾക്ക് നിങ്ങളോട് അറിയിപ്പാനുള്ളത്. അതെ, ക്രിസ്തുവേ, നാം പാപികളായിരിക്കുമ്പോൾ, അധർമ്മികളായിരിക്കുമ്പോൾ, ജഡികന്മാരായിരിക്കുമ്പോൾ, പാപ വഴക്ക തഴക്ക ദോഷങ്ങൾക്ക് അടിമകളായിരിക്കുമ്പോൾ തന്നെ, ആമേൻ, മ്ലേച്ഛന്മാരും തിന്മകൾക്ക് അടിമകളുമായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി, പ്രിയനെ, നിനക്ക് വേണ്ടി മരിക്കയാൽ യേശുവിന് നമ്മോടുള്ള സ്നേഹം കാൽവരി ക്രൂശിൽ തന്റെ മരണത്താൽ ക്രൂശിലെ സ്നേഹം പ്രദർശിപ്പിച്ചു. എന്തിനു വേണ്ടിയാണ് യേശു കാൽവരിയിൽ മരിച്ചത്? അതായത് മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാനും, യേശു ക്രിസ്തുവിന്റെ ചിന്തിയ രക്തം മനുഷ്യന്റെ കൊടിയ പാപങ്ങളെ കഴുകി ശുദ്ധീകരിപ്പാൻ അവൻ നീതിമാനും വിശ്വസ്തനുമായ ദൈവമാകൊണ്ട് ആ രക്തത്തിൽ ആശ്രയിച്ച്, അവൻ നിന്റെ പാപം എത്ര കെട്ടിയ പാപമാണെങ്കിലും അതേ ഹിമം പോലെ വെളുപ്പിച്ച് നിന്റെ മനസ്സിനൊരു ശുദ്ധ മനസ്സാക്ഷി തന്ന് ജന്മം സഫലമാക്കാൻ കഴിയുന്ന യേശു നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോട് പറയുകയാണ് പ്രിയരെ. ദൈവം ഒരുവനല്ലോ. അതേ പ്രിയരെ, ദൈവം ഒരുവനാണ്. ഈ ആകാശ പ്രപഞ്ച നക്ഷത്ര സമൂഹങ്ങളെ ഒരു വാക്കുകൊണ്ട് ഉരുവാക്കിയ ദൈവം ഒരുവനാണ്. അതെ, ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനും ഒരുവൻ, നസ്രായനായ യേശു. എല്ലാവർക്കും മറുവിലയായി, പ്രായശ്ചിത്ത ബലിയായി, നിനക്ക് പകരക്കാരനായി മരിച്ച യേശു എന്ന ആ പരിശുദ്ധനായ ദൈവം, പാപമറിയാത്ത, പാപം ചെയ്യാത്ത, പാപം അവനിൽ ഇല്ലായിരുന്നു എന്ന് വായിക്കുന്ന, യാതൊരു തിന്മയുമില്ലാതിരുന്ന, 5 കോടതികളിൽ 7 പ്രാവശ്യം വിധിച്ചിട്ടും പാപം കണ്ടെത്താൻ കഴിയാത്ത പരിശുദ്ധനായ ഒരുത്തന് മാത്രമേ പാപിയെ രക്ഷിപ്പാൻ കഴിയൂ. ഇവിടെ പാപിയെ ഉദ്ധരിപ്പാൻ പലരും വന്നിട്ടുണ്ട്. നീതിമാന്മാരെ സംരക്ഷിക്കുകയും പാപികളെ നിഗ്രഹിക്കുകയും ചെയ്യുവാനും ആളുകൾ വന്നിട്ടുണ്ട്. എന്നാൽ അവരിലൊക്കെയും പാപത്തിന്റെ സ്വഭാവം ഉണ്ടായിരുന്നു. എന്നാൽ അതുല്യനായ യേശു, പാപരഹിതനായ യേശു, തിന്മ ചെയ്യാത്ത യേശു, ലോകത്തിന്റെ പാപങ്ങളെ ചുമന്നൊഴിപ്പാൻ സ്വന്തം ജീവിതം സമർപ്പിച്ച യേശു, ആ യേശുവിന് മാത്രമേ നിങ്ങളെ രക്ഷിപ്പാൻ കഴിയൂവെന്ന് ഞങ്ങൾ ആവർത്തിച്ച് അടിവരയിട്ട് നിങ്ങളോട് പറയുകയാണ്. എന്താണ് ചെയ്യേണ്ടത്? ഇപ്പോൾ അറിവില്ലായ്മയുടെ കാലങ്ങളെ, നിങ്ങളുടെ നഷ്ടപ്പെട്ട ജീവിത ജന്മങ്ങളെ ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും, ഈ ചമ്മറംപെട്ട പ്രദേശത്തുള്ള എല്ലാവരും അനുദപിക്കുകയും വിലപിച്ചു കരഞ്ഞ് പാപം ഏറ്റുപറഞ്ഞ് സത്യനിത്യ ദൈവമായ യേശുക്രിസ്തുവിലേക്ക് തിരിഞ്ഞു വന്നാൽ, ആമേൻ, നിങ്ങൾക്കൊരു രക്ഷയുണ്ട് എന്ന് ദൈവം മനുഷ്യരോട് കൽപ്പിക്കുന്നു. അല്ലല്ല, മാനസാന്തരപ്പെടാതെ ഇരുന്നാൽ ഈ നാളുകളിൽ നശിച്ചുപോയ അനേകരുടെ കൂട്ടത്തിൽ നീയും നശിച്ചു പോകുവാനിടയാകും. ഒരു വലിയ നാശം ഒഴിവാക്കുവാൻ, കുടുംബരക്ഷ, തലമുറയുടെ രക്ഷ, ആമേൻ, ഉറപ്പാക്കാൻ ഒരു അവസരം ദൈവം നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്നു. പ്രിയരെ, യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു. യേശു നിങ്ങളെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു. യേശു നിങ്ങളുടെ അധപ്പതനം മാറ്റിത്തരുവാൻ ആഗ്രഹിക്കുന്നു. തകർന്നുപോയ നിന്റെ ജീവിതത്തെ, ഉടഞ്ഞുപോയ നിന്റെ ജീവിതത്തെ ഉദ്ധരിപ്പാൻ യേശുവിന് താല്പര്യമുണ്ട് എന്ന് ഞങ്ങൾ നിങ്ങളോട് പറയട്ടെ. ആകയാൽ നിങ്ങളുടെ പാപങ്ങളെ, അരുതായ്മകളെ, തഴക്ക ദോഷങ്ങളെ, ശാപങ്ങളെ മായ്ച്ചും കിട്ടേണ്ടതിന് നിങ്ങൾ അനുദപിക്കുക, മാനസാന്തരപ്പെടുക. ജീവനുള്ള സത്യനിത്യദൈവമായ യേശു ക്രിസ്തുവിലേക്ക് തിരിഞ്ഞു വന്നാൽ ആശ്വാസകാലങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും എന്ന് ബൈബിൾ പറയുന്നു.